അപ്പോൾ ഹലോ, ഷാനാസാണ്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു ട്രാവൽ അഡ്വൈസറാണ്. ഞാനിപ്പോൾ വിയറ്റ്നാമിലെ നോർത്തേൺ സൈഡിലെ ഹാനോയ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതായിരുന്നു. എന്നുകൊണ്ട് ബിസിനസ് പർപ്പസ് ഉണ്ടായിരുന്നു. അതിന് പുറമെ ടൂറിസത്തിൻ്റെ സാധ്യതകളും കൂടെ ഡയറക്റ്റ്ലി കണ്ടറിയാൻ വേണ്ടി വന്നതായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ വൈഡായിട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഹാനോയ് ഉണ്ട്, അതുപോലെ തന്നെ ഹാലോങ് ബേ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു 4 hours ജേണി സാപ്പ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള സാപ്പ മൗണ്ടൻസ് ഉണ്ട്. നിംബിൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഡനാങ് കൂടെ വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഹാനോയ്, ഹാലോങ് ബേ, സാപ്പയാണെങ്കിൽ നമുക്കൊരു 3 night 4 days കൊണ്ട് വിസിറ്റ് ചെയ്തിട്ട് വരാം. അതിൽ നമുക്ക് 2 nights സ്റ്റേ ഹാനോയ്, ഹാലോങ് ബേ 1 day ക്രൂയിസിൽ. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാപ്പ ഒരു 1 night കൊടുക്കാം. ഓക്കെ. പിന്നെ വന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന 4 night 5 days ഒരു പാക്കേജുണ്ട്. അത് ആണെങ്കിൽ 2 nights ഹാനോയ്, അതിൽ സാപ്പ ഉൾപ്പെടില്ല. 1 night 2 nights സ്റ്റേ ഇൻ ഹാനോയ് ആൻഡ് 1 day ക്രൂയിസ് ഇൻ ഹാലോങ് ബേ. പിന്നെ 2 nights സ്റ്റേ ഇൻ ഡനാങ് ആൻഡ് ബാണ ഹിൽസ്, ഹോയൻ സിറ്റി. സോ അതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് 4 night 5 days കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിയറ്റ്നാം ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, വിയറ്റ്നാം അനുസരിച്ച് ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. കാരണം ഒരു കൾച്ചറും അതുപോലെ ഹിസ്റ്റോറിക്ക്, അതുപോലെ തന്നെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിക്കണുണ്ടോ, ഇപ്പോൾ ഈ കഴിക്കണത് മറ്റേ ഫോ എന്ന് പറഞ്ഞിട്ടുള്ള ബീഫ് കൊണ്ടുള്ള സൂപ്പ് ഫുഡാണ് കഴിക്കുന്നത്. അത് ഞാനിപ്പോൾ ബിസിനസ് ലോഞ്ചിലാണ് ഹാനോയ് എയർപോർട്ടിലേക്ക്. ഞാൻ ഡിപ്പാർച്ചർ ഡേയിലാണ്. അപ്പോൾ അടിപൊളി പാക്കേജാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇപ്പം നിങ്ങൾ പലരും നമ്മുടെ ആൾക്കാർ തന്നെ, നമുക്ക് കേരളത്തിലുള്ളവരോ അല്ലെങ്കിൽ ഓൺ പാൻ ഇന്ത്യ ബേസിലുള്ളവരൊക്കെ വിയറ്റ്നാം സന്ദർശിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഓരോരോ സ്ഥലങ്ങളായിരിക്കും സന്ദർശിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 8 അല്ലെങ്കിൽ 10 days ഫുൾ പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വർത്താണ്. കാരണം നമ്മൾ വിസിറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ഹാനോയ് അറൈവ് ചെയ്യുക. ഹാനോയ്, ഹാലോങ് ബേ, സാപ്പ, നിൻബിൻ കവർ ചെയ്തിട്ട് നേരെ ഡാനാങ്ങിലേക്ക് പോവുക. ഡാനാങ്ങിലാണെങ്കിൽ നമുക്ക് ബാണ ഹിൽസ് ഫുൾ ഡേ ആണ് വിത്ത് കേബിൾ കാർ, ഗോൾഡൻ ബ്രിഡ്ജൊക്കെ ആയിട്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഹോയാൻ ടൗണ്, ആൻഷ്യൻ സിറ്റി, അതൊരു ഹാഫ് ഡേ ടൂറാണ്. സോ അത് നമുക്ക് ഒരു 1.5 ദിവസം അവിടെ വേണം. അപ്പോൾ 2 nights ഡനാങ് എടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് നേരെ ഹോച്ചിമിൻ സിറ്റിയിൽ നമ്മൾ പോകരുത്, നേരെ നമ്മൾ ഫൂക്കോക്കിൽ പോവുക.